8,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു അമ്മ എങ്ങനെയാണ് 4,000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്നത്? അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഞാൻ 40 മിനിറ്റ് അങ്ങോട്ട് നടക്കണം, 40 മിനിറ്റ് വൈകുന്നേരം കൊണ്ട്. നിങ്ങൾ ആ ചെറിയ ബസ് 1-2 ട്രിപ്പ് രാവിലെയും വൈകുന്നേരം വിട്ടിട്ട് എന്നെപ്പോലെ ആൾക്കാർക്ക് 10 രൂപയ്ക്ക് അവിടെ നടക്കും. സ്മാർട്ട് സിറ്റി 1-ാം കക്ഷിയായും കോർപ്പറേഷൻ 2-ാം കക്ഷിയായും KSRTC 3-ാം കക്ഷിയായും പിടിപ്പിച്ചൊരു കരാറാണ്. കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ, അത് LDF കൗൺസിലർമാരുണ്ട്, UDF കൗൺസിലർമാരുണ്ട്, സ്വതന്ത്രരുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം, ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ KSRTC ഈ ബസ്സുകൾ, ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തും. കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവർ, വീട്ടുജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ KSRTCയോട് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്, നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് ലംഘിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മാധ്യമപ്രവർത്തകരെ ഇന്ന് വിളിച്ചത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി കേരളത്തിൽ ചർച്ച നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനും KSRTCയും സ്മാർട്ട് സിറ്റിയും ചേർന്നൊരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ, സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്ത് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, അതിലൊക്കെ തന്നെ ചില ഇടപെടലുകളും ചില പരിശോധനകളും ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിലെ വസ്തുതകൾ തിരിച്ചറിയുവാൻ രേഖകൾ പരിശോധിച്ചുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന, മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പല ചാനലുകളും കൊടുത്ത വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിലൂടെ ഉന്നയിച്ചിരുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ദുരുപയോഗം, അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചില രേഖകൾ, അതായത് 2023 ഫെബ്രുവരി 27 KSRTCയും സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി 1-ാം കക്ഷിയായും കോർപ്പറേഷൻ 2-ാം കക്ഷിയായും KSRTC 3-ാം കക്ഷിയായും പിടിപ്പിച്ചൊരു കരാറാണ്. മൂന്ന് പേരുടെയും പ്രതിനിധികളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിന് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് LDF സർക്കാരും LDF നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ അതുപോലെ നടപ്പിലാക്കണം. ഇത്ര മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആ കരാർ പരിശോധിച്ചിരുന്ന കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഈ കരാർ പറഞ്ഞതിന് പ്രകാരം പീക്ക് ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം. അതിനുശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സബ് അർബൻ ഏരിയ, നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് ലംഘിച്ചിരിക്കുകയാണ്. നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട്. നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു ബസ്. അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. മറ്റൊന്ന്, ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ, റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വന്നതിന് ശേഷം ആ മീറ്റിംഗ് വിളിക്കാൻ സാധിച്ചില്ല, ഒരാഴ്ചയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, ദ മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻകം ഒക്കേഡ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസ്സസ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് സെപ്പറേറ്റ്ലി ലേറ്റർ ബൈ എ ജോയിൻറ്റ് ടീം റെപ്രസെൻറ്റിംഗ് ഓൾ ദ 3 പാർട്ടീസ്. ഈ 3 കക്ഷികളിലും പ്രതിനിധീകരിക്കുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ വേറെ പല പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ KSRTC ഈ ബസ്സുകൾ, ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഒരു ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നൊരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്മാർട്ട് സിറ്റി, LDF തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ, അവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ
പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലംഘിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് ആവശ്യപ്പെടാനുള്ള ഉണ്ടായ കാരണം, ഞങ്ങളിത് ആവശ്യപ്പെടുവാനുണ്ടായ കാരണം ആരെയും അവഹേളിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നുമല്ല. കാരണം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ മത്സരിച്ച ആളാണ്. തിരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ, അത് LDF കൗൺസിലർമാരുണ്ട്, UDF കൗൺസിലർമാരുണ്ട്, സ്വതന്ത്രരുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വാർഡുകളിൽ നിന്ന് വരുന്ന ഒരു ആവശ്യം, ഞങ്ങൾക്ക് ഇട റോഡുകളിലേക്ക് ചെറിയ ബസ്സുണ്ടല്ലോ അതൊന്ന് വിട്ടു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, ആ പ്ലാവോട് ഭാഗത്തുനിന്ന് തിട്ടമംഗലം വഴി നമ്മുടെ കുണ്ടമൺ കടവ് ഭാഗത്ത് കയറുന്ന ഒരു റോഡുണ്ട്. ഏകദേശം ഒരു 5 കിലോമീറ്റർ വരെ, 4 കിലോമീറ്റർ 5 കിലോമീറ്റർ വരെയുള്ള റോഡാണ്, ഇട റോഡാണ്. ഇതിലൂടെ ബസ്സില്ല. ഇത് നമ്മുടെ സിറ്റിയിലുള്ള ഒരു 30% വാർഡുകൾ മാത്രമേ എല്ലാ പ്രദേശവും സിറ്റി ആയിട്ടുള്ള വാർഡുകളുള്ളൂ. ബാക്കിയൊക്കെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ തന്നെ ഗ്രാമീണ മേഖല, ഇപ്പോൾ ഞാണ്ടൂർക്കുളം എടുക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ചെല്ലമംഗലം എടുക്കട്ടെ, കൊടുങ്ങാനൂർ എടുക്കട്ടെ, തുരുത്തുമൂല എടുക്കട്ടെ, പുഞ്ചക്കരി ആയിക്കോട്ടെ, പൊങ്കുളം ആയിക്കോട്ടെ, പിന്നെ വെള്ളാറിൻ്റെ ചില പ്രദേശങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തനി ഗ്രാമീണ വാർഡുകളാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇട റോഡുകൾ ധാരാളമുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ പറയാം. അവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ, 9500 വോട്ടർമാരുണ്ട്, പിന്നെ കുറച്ച് വോട്ടില്ലാത്തവരുണ്ട്. ഇവർ നല്ലൊരു വിഭാഗം ആൾക്കാരും ദൈനംദിന കൂലിപ്പണിക്കാരാണ്. അതായത് വീട്ടുജോലിക്ക് പോകുന്ന 6000 രൂപ 7000 രൂപയ്ക്ക് വീട്ടുജോലിക്ക് പോകുന്ന നിരവധി വീട്ടമ്മമാരുണ്ട്, എൻ്റെ വോട്ടർമാരുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള ചെന്നപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 7 മണിക്ക് ജോലിക്ക് കയറണം. ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുണ്ടമൺ കടവ് വരെ നടക്കണം. പ്ലാവോടന്ന് കുണ്ടമൺ കടവ് വരെ നടക്കണമെങ്കിൽ അവർക്ക് ഒരു 40 മിനിറ്റ് വേണം. അപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചോണെങ്കിൽ 150 രൂപ ആവും, രാവിലെ വൈകും. അപ്പോൾ ഒരു മാസം 8,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു അമ്മ എങ്ങനെയാണ് 4000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്നത്? അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ 40 മിനിറ്റ് അങ്ങോട്ട് നടക്കണം, 40 മിനിറ്റ് വൈകുന്നേരം കൂടെ. നിങ്ങളാ ചെറിയ ബസ് 1-2 ട്രിപ്പ് രാവിലെയും വൈകുന്നേരം വിട്ടിട്ട് എന്നെപ്പോലെ ആൾക്കാർക്ക് 10 രൂപയ്ക്ക് അവിടെ ചെന്ന് ഇറങ്ങാം. ഇത് ഞങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നിരവധി കൗൺസിലർമാർ വന്ന ഉടൻ തന്നെ, ഞാൻ മേയറായ ഉടൻ തന്നെ എന്നെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനമുണ്ട്. ഞങ്ങളൊക്കെ വാക്ക് കൊടുത്തു ആൾക്കാർക്ക്. കാരണം കോർപ്പറേഷൻ്റെ ബസ് ഇവിടെ ഉണ്ടല്ലോ, രാവിലെയും വൈകുന്നേരം മാത്രമെങ്കിലും മിനിമം വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കൗൺസിലർമാരും ചോദിച്ചപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിലെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഈ കരാറിൻ്റെ കോപ്പി എടുത്ത് പരിശോധിച്ചത്. അപ്പോൾ കരാർ ലംഘനമാണ് നടക്കുന്നത്. മറ്റൊന്ന്, 113 കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്നും കോർപ്പറേഷന് ഒരു അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശമില്ല കോർപ്പറേഷന് മറ്റേ ലാഭം കിട്ടണമെന്ന്. ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ? 113 കോടി രൂപ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനോട് ലാഭം ഷെയർ ചെയ്യാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് എഴുതിയിരിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് പാലിക്കേണ്ട ആവശ്യമില്ലേ? ഇത് ന്യായമായ ആവശ്യമില്ലേ? അത് ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, മേയർ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഈ എഗ്രിമെൻറ്റിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ പണം കിട്ടണം എന്നുള്ളതും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓടുന്നതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ടൊക്കെ എടുക്കാം. ഇത് പ്രധാനമായും കോർപ്പറേഷനിലുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവർ, വീട്ടുജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെയുള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ KSRTയോട് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. നിരവധി ഇടറോഡുകളിൽ ഇവിടെ വലിയ ബസ് പോകില്ല. ആ ഇടറോഡുകൾ ചെറിയ ബസ്സേ പോവുള്ളൂ. അതിന് ബസ് ഇവിടെ ഉണ്ട്. അത് രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം ഒരു 3 മണി മുതൽ ഒരു 8 മണി വരെയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഗുണപ്പെടും. ഇനി നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം. ഈ വോട്ട് ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ. നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് KSRTCക്ക് വാങ്ങിച്ചു വിടാമല്ലോ. ഈ ഇടറോഡുകളിൽ ചെറിയ ബസ്സല്ലേ പോവുള്ളൂ, ബസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം.